ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമായി നിൽക്കുന്ന ഒന്നാണ്. ഓരോ ദിവസവും ക്ഷേത്രങ്ങളിലെ ക്രമക്കേടുകൾ പുറത്തു വരുന്നു. ശബരിമലയിൽ തന്നെ കൂടുതൽ വാർത്തകൾ വരുന്നു. ഇന്നിപ്പോൾ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ BJP രംഗത്തിറങ്ങുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധവും BJPയുടെ രാപ്പകൽ സമരവും ഇന്ന് നടക്കും. പ്രതിഷേധങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, BJPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഒരുപക്ഷെ 10,000 അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം 3 കവാടങ്ങളിലും സമരമിരിക്കാനാണ് തീരുമാനം. മാത്രമല്ല 24 മണിക്കൂർ നീളുന്ന സമരപരിപാടി, രാപ്പകൽ സമരമാണ്. എന്തൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് പിണറായി സർക്കാരിനെതിരെ ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്നും വളരെ വലിയ രീതിക്കുള്ള ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നടന്നിരുന്നു. ഇന്നും നാളെയുമായി രാപ്പകൽ സമരവും അതുപോലെ തന്നെ ഉപരോധവുമാണ്, സെക്രട്ടേറിയറ്റ് ഉപരോധവുമാണ് ഇന്ന് BJP സംഘടിപ്പിക്കുന്നത്. 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കുക, അതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, അതുപോലെ CNG ഓഡിറ്റ് റിപ്പോർട്ട് ഉടൻ തന്നെ നടപ്പിലാക്കുക, കഴിഞ്ഞ 30 വർഷത്തെ ദേവസ്വം ബോർഡിന്റെ കണക്കുകളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി മുഖേന അന്വേഷിക്കുക എന്നിങ്ങനെയുള്ള 4 പ്രധാന ആവശ്യങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്നും അവർ ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP ഇന്നും നാളെയുമായി ഈ ഒരു രാപ്പകൽ സമരവും അതുപോലെ തന്നെ ഉപരോധവും കടുപ്പിക്കാൻ ശക്തമാക്കാൻ തന്നെ BJP ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ് ഈ ഒരു ഉപരോധം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും ഈ ഉപരോധം തുടങ്ങുക. ശേഷം രാപ്പകൽ സമരമാണ് BJP മുഖേന കാണുന്നത്. എന്തായാലും 10,000 തന്നെയായിരിക്കും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുക എന്നതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഭക്തജനങ്ങളുടെ ആവശ്യമാണ് നീതി ഉറപ്പാക്കുക എന്നത്. ദേവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഈ ഒരു കൊള്ള നടത്തിയവരെ, ഈ ഒരു കവർച്ച നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള ന്യായമായ ആവശ്യം മാത്രമാണ് BJP ഇവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ 4 ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധവും രാപ്പകൽ സമരവും ഇന്ന് നടത്താൻ BJP ഉദ്ദേശിക്കുന്നത്. കൃഷ്ണരാജ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സമര പരിപാടി ആണല്ലോ. എന്തൊക്കെ ക്രമീകരണങ്ങൾ? കൃഷ്ണരാജ്, BJPയുടെ ഭാഗത്ത് നിന്ന് നിരവധി പ്രവർത്തകരായിരിക്കും ഈ ഒരു സമര പരിപാടിക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കാരണം അത്രയും ആള് തന്നെയായിരിക്കും. ഭക്തജനങ്ങൾ അവരെല്ലാവരും തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ 3 കവാടങ്ങളിലായി നിരന്നു നിൽക്കും എന്നൊരു കാര്യത്തിൽ ഉറപ്പാണ്. രാപ്പകൽ മഴയും വെയിലും ഒക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഇന്ന് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസും അതിനനുസരിച്ചുള്ള സന്നാഹങ്ങളൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കിയിരിക്കുകയാണ്. ബാരിക്കേഡൊക്കെ വെച്ച് തടയാനാണ് പോലീസിന്റെ ശ്രമം. എന്നാലും ഇതൊരു അക്രമത്തിലേക്ക് വഴിതിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നാലും സമാധാനപരമായി ഇത് നിലനിർത്തി പോകണം, അല്ലെങ്കിൽ ഈ ഒരു സമര പരിപാടി സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് BJPക്കുള്ളത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ നമുക്ക് അറിയില്ല. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ BJPയുടെ ഭാഗത്ത് നിന്ന് സമാധാനപരമായിട്ടുള്ള ഈ ഒരു ഉപരോധം തികച്ചും എങ്ങനെ ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും സമാധാനപരമായി തന്നെയായിരിക്കും ഈ ഒരു ഉപരോധം BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. നിരവധി ഭക്തജനങ്ങളായിരിക്കും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കാൻ പോകുന്നത്. ശരി, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ BJP സെക്രട്ടേറിയറ്റ് ഉപരോധം, BJPയുടെ രാപ്പകൽ സമരം ഇന്ന് നടക്കും. വലിയ പ്രതിഷേധമാണ് ഒരുങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു SP ശ്രീനന്ദ.